വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അവർ വന്നെന്നറിഞ്ഞ് കുട്ടിക്കൂട്ടങ്ങൾ ഓരോരുത്തരായി അബിയുടെ വീട്ടിലേക്ക് പൊഴിഞ്ഞു പൊഴിഞ്ഞെത്തിക്കൊണ്ടിരുന്നു. ഏകദേശം 5-6 കുട്ടികളുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും വേണ്ടി വാങ്ങിയ പലഹാരങ്ങളും ചോക്ലേറ്റ്സും നൽകി മിതുവും ജാനിയും. പിന്നെയും ഏറെ നേരം അവിടെ ഇരുന്ന് വിശേഷം പറഞ്ഞു. എന്തോ ആ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചാൽ സമയം പറന്നു പോകുന്നത് പോലെ തോന്നും ജാൻവിക്ക്. സമയത്രയില്ലേ, നീക്കി പൊയ്ക്കോ, അഭി നിന്നെ അങ്ങോട്ട് കൊണ്ടാക്കും. ഇതിപ്പോ ഇരുട്ടായില്ലേ? നേരത്തെ ഇരുട്ട് പടരുന്ന മുറ്റം കണ്ടതും മിതു ജാൻവിയോട് പറഞ്ഞു. അപ്പൊ പിന്നെ നീ എങ്ങനെ പോകും? ജാൻവി മിതുവിനോട് ചോദിച്ചു. ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് പോകാം. അഭി നിന്നെ ആക്കിയിട്ട് തിരികെ വന്ന് അവൻ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിക്കോളും. എനിക്കെന്തായാലും 8 മണി വരെ സമയമുണ്ടല്ലോ ഹോസ്റ്റലിൽ കയറാന്. ദാ ഇതിപ്പോ തന്നെ 6 ആ എങ്കിൽ പിന്നെ അതാ നല്ലത്. അതും പറഞ്ഞുകൊണ്ട് ജാനി പോകാനായി എഴുന്നേറ്റപ്പോഴാണ് അബിയുടെ അച്ഛൻ പണിയും കഴിഞ്ഞ് അവിടേക്ക് വന്നത്. ആഹാ മക്കളെ, നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരായോ? ഇല്ലച്ചാ, കുറച്ച് സമയായി. ഞാൻ ദാ പോകാനിറങ്ങുവാണ്, ഒരുപാട് ലേറ്റായി, ജാൻവി പറഞ്ഞു. അയ്യോ, ആഹാരം കഴിച്ചിട്ട് പോരെ മോളെ? ചായയൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞിരിക്കുവാ അച്ഛാ. ഇനിയൊരു ദിവസം വരുമ്പോ ആഹാരമൊക്കെ കഴിച്ചിട്ടേ പോകും. അതും പറഞ്ഞുകൊണ്ട് ജാൻവി അബിയുടെ അമ്മയോടും അച്ഛനോടും മിതുവിനോടും യാത്ര പറഞ്ഞു പോകാനിറങ്ങി. അബിയുടെ ബൈക്കിന്റെ പുറകിലിരുന്ന് വീട്ടിലേക്ക് പോകുമ്പോഴും ജാൻവിയുടെ ചിന്ത മുഴുവനും ഇത്രയും നേരമായിട്ടും ജഗനൊന്നും വിളിച്ചതുപോലും ഇല്ലല്ലോ എന്നാണ്. അതേസമയം ഫോൺ എടുത്ത് അവനെ അങ്ങോട്ട് വിളിക്കാനും അവൾക്ക് തോന്നിയില്ല. സത്യം പറഞ്ഞാല് രാവിലെ കോളേജിൽ കയറിയപ്പോ ഓഫ് ചെയ്തു വെച്ച ഫോണാണ്. പിന്നീട് ഈ നേരം വരെ ഒരാവശ്യത്തിനും ആ ഫോൺ പുറത്തേക്ക് എടുക്കേണ്ടി വന്നില്ല. ഓട്ടോക്കാരന് പൈസ കൊടുത്തതും ബേക്കറിയിൽ പൈസ കൊടുത്തതും എല്ലാം മിതുവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാവശ്യത്തിനും ജാനി ഫോൺ എടുത്തിരുന്നില്ല. അവരുടെ വണ്ടി കോളനിയുടെ ഇടറോഡ് കഴിഞ്ഞ് മെയിൻ റോഡിലേക്ക് കയറിയതും റോഡിൽ വല്ലാത്ത ബ്ലോക്ക് ഉണ്ടായിരുന്നു. എന്താ ബി ഇത്രയും തിരക്ക്? ചിലപ്പോ വല്ല നേതാക്കന്മാരും വരുന്നുണ്ടാവും, അതിന്റെ ആവും. സാധാരണ അവരൊക്കെ തലസ്ഥാനത്ത് വരുമ്പോഴാ നമുക്കിവിടെ ഇത്രയും തിരക്കുണ്ടാകുന്നത്. അബി അവന്റെ മിതമായ അറിവ് വെച്ച് പറഞ്ഞു. ജാൻവി ആലോചനയോടെ തലകുലുക്കി. പല സ്ഥലങ്ങളിലും വണ്ടി ചെക്കിങ്ങും വണ്ടി തടയലും ഒക്കെ ഉണ്ടായിരുന്നു. മുന്നോട്ട് പോകെ പോലീസുകാർ അബിയുടെ വണ്ടിക്കും കൈ കാണിച്ചു. അവൻ വണ്ടി നിർത്തി ഡ്രൈവിംഗ് ലൈസൻസും വണ്ടിയുടെ പേപ്പേഴ്സും മറ്റും കാണിക്കുന്ന സമയത്താണ് മറ്റൊരു പോലീസ് ജീപ്പ് ഇരമ്പലോടെ അവിടെ വന്ന് നിന്നത്. എന്തൊക്കെയോ ആലോചനകളിലിരുന്ന് ജാനി മുഖം തിരിച്ചു നോക്കുമ്പോൾ കാണുന്നത് ജീപ്പിലിരിക്കുന്ന ജഗനെയാണ്. അവനും അവളെ കണ്ടിരുന്നു. ഇരുവരുടെയും നോട്ടം തമ്മിൽ ഇടഞ്ഞു. ജാനിയുടെ ഒരു കൈ അബിയുടെ തോളിലാണ്. പെട്ടെന്ന് ജഗന്റെ രൂക്ഷമായ നോട്ടം നേരിടാനാവാതെ ജാനി അവന്റെ തോളിലിരുന്ന അവളുടെ കൈ അടർത്തി മാറ്റി. എന്നാൽ അബിയാണെങ്കിൽ പോലീസുകാർ ചോദിക്കുന്നതിന് മറുപടി നൽകിക്കൊണ്ട് തന്നെ അവിടെ നിന്നതിനാൽ ജഗനെ അവൻ കണ്ടിരുന്നില്ല. ജാനിയുടെ ഉടലിനെ വല്ലാത്തൊരു തരം വിറയിൽ ബാധിച്ചു. അവളുടെ മുഖം കുനിഞ്ഞു. പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയുടെ പുറത്ത് ജാൻവി മുക്കുയർത്തി ജഗനെ നോക്കിയെങ്കിലും അവന്റെ നോട്ടം മറ്റെവിടേക്കോ ആണ്. ചെക്കിങ് കഴിഞ്ഞ് അവരുടെ വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയം വരെ ജാൻവി ജഗനെ തന്നെ നോക്കിയിരുന്നു. എന്നാൽ അവനൊരു നോട്ടം കൊണ്ട് പോലും അവളെ കടാക്ഷിച്ചില്ല. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്ന അർത്ഥത്തിൽ ജാൻവിയുടെ ഉള്ളു പിടഞ്ഞു. ജാൻവി പറഞ്ഞത് പ്രകാരം അബി അവളെ അപ്പാർട്ട്മെന്റിന്റെ മുൻപിലാണ് ഇറക്കിയത്. ജാൻവി അബിയോട് യാത്ര പറഞ്ഞ് അകത്തേക്ക് കയറും മുന്നേ അബിയുടെ പിൻവിളി ജാൻവിയെ തേടിയെത്തി. എടി, നീ ഓക്കെ അല്ലേ? നിന്റെ മുഖത്തെന്താ ഒരു വല്ലായ്മ പോലെ? എടാ, എനിക്ക് ചെറിയ തലവേദനയുണ്ട്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി തലവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങിയിട്ട് വരാം. മെഡിക്കൽ സ്റ്റോർ ഉണ്ടാകൂല്ലോ ഇവിടെ അടുത്തെവിടെയെങ്കിലും? അത് വേണ്ടടാ, മരുന്ന് അപ്പാർട്ട്മെന്റിലുണ്ട്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ വേഗം ചെന്ന് മരുന്ന് കഴിച്ചിട്ടൊന്ന് കിടന്നുറങ്ങ്. എന്തായാലും നാളെ നമുക്ക് അവധിയാണല്ലോ. നല്ലതുപോലെ ഒന്ന് ഉറങ്ങുമ്പോ തന്നെ നിന്റെ ഈ വയ്യായികയൊക്കെ മാറിക്കിട്ടും. ശരിയടാ. അബിയെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ജാൻവി ധൃതിയിൽ അകത്തേക്ക് കയറി. എങ്ങനെയോ ഒരുവിധം ഫ്ലാറ്റ് തുറന്ന് അകത്തേക്ക് കയറി തലയ്ക്ക് കൈകൊടുത്ത് സോഫയിലേക്ക് ഇരുന്നുപോയി ജാൻവി. എന്നാലും തന്നെ അബിക്കൊപ്പം കണ്ടപ്പോൾ ജഗൻ എന്തിനാണ് ഇത്രയും രൂക്ഷമായി നോക്കിയത്? എത്ര ചിന്തിച്ചിട്ടും ജാൻവിക്ക് അത് മനസ്സിലായില്ല. പെട്ടെന്നാണ് അവൾക്ക് ഓർമ്മ വന്നത് അന്ന് മെഡിക്കൽ കോളേജിൽ വെച്ചുണ്ടായ സംഭാഷണങ്ങൾ. മിതു അബി തന്റെ കാമുകനാണെന്ന് ജഗനോട് പറഞ്ഞത്. ഏയ്, അതൊക്കെ ജഗൻ മിക്കവാറും മറന്നിട്ടുണ്ടാകും. ചിലപ്പോ അതൊന്നും ശ്രദ്ധിച്ചുകൂടി ഉണ്ടാവില്ല. ജാൻവി സ്വയം ആശ്വസിപ്പിക്കാനായി മനസ്സിൽ പറഞ്ഞു. കുറേയേറെ സമയം ഫ്ളാറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും നടന്നിട്ട് ജാൻവിക്ക് സമാധാനം കിട്ടുന്നില്ല.
അവൾ അസ്വസ്ഥമായ മനസ്സോടെ നടപ്പു തുടർന്നു. ഒടുക്കം ഈഗോ മാറ്റിവെച്ച് ജഗനെ ഫോൺ വിളിച്ച് അവനോട് സംസാരിക്കാൻ തന്നെ ജാൻവി തീരുമാനിച്ചു. അപ്പോഴാണ് ഓർത്തത് ഫോൺ ഇതുവരെയും താൻ ബാഗിൽ നിന്ന് എടുത്തിട്ടില്ലല്ലോ എന്ന്. ജാൻവി വേഗം തന്നെ സോഫയിൽ കിടക്കുന്ന ബാഗിനടുത്തേക്ക് ചെന്ന് അതിൽ കൈയിട്ട് ഫോൺ തപ്പാൻ തുടങ്ങി. ഒരുവിധം ഫോൺ കയ്യിൽ തടഞ്ഞ് അത് ഓണാക്കിയപ്പോഴാണ് കാണുന്നത് ജഗന്റെ ഫോണിൽ നിന്നും 4 മിസ്ഡ് കോൾസ്. അതൊരു സമയത്തല്ല, ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം വിളിച്ചിട്ടുണ്ടവൻ. വിളിച്ചിട്ട് താൻ കോൾ എടുക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അവന്റെ മെസ്സേജും ഉണ്ട്. കോളേജിന്റെ അടുത്ത് എവിടെയോ ഉണ്ട്. കോളേജിന്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വരാം. ജാൻവി ഒരു ഞെട്ടലോടെയാണ് ഓരോ മെസ്സേജിലൂടെയും കണ്ണോടിച്ചത്. അറിയാതെ തലയ്ക്ക് കൈകൊടുത്തു പോയി ജാൻവി. അവൾ പെട്ടെന്ന് തന്നെ ജഗന്റെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. 2-3 പ്രാവശ്യം മറുതലയ്ക്ക് നിന്ന് ജഗൻ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പോയിരുന്നു ജാൻവി. ക്ലോക്കിലെ സൂചി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സമയം ഏകദേശം 9 മണിയോടടുത്തിട്ട് ജഗനൊന്ന് വീട്ടിലേക്ക് വന്നില്ല. ജാൻവിക്ക് വല്ലാത്ത വിഷമവും ടെൻഷനും ഒക്കെ തോന്നുന്നുണ്ട്. അവൾ പിന്നെയും ജഗനെ വിളിക്കാൻ ശ്രമിച്ചു. ഇടയ്ക്കെപ്പോഴോ അപ്രതീക്ഷിതമായി അവൻ കോൾ ആൻസർ ചെയ്തു. ജഗൻ, ജഗൻ എവിടെയാ? എനിക്ക് സംസാരിക്കണം. നോക്ക് ജാൻവി, ഞാൻ കുറച്ച് ബിസിയാണ്. ചിലപ്പോൾ ഞാൻ ഇന്ന് രാത്രി വരാൻ ലേറ്റ് ആകും. ജാൻവി കഴിച്ചിട്ട് കിടന്നു. അത്രയും മാത്രം പറഞ്ഞ് ജഗൻ ആ ഫോൺ കോൾ കട്ട് ചെയ്തപ്പോ ജാൻവി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ എത്തി. എന്നിട്ടും ഇരുന്നിടത്ത് നിന്ന് ഒന്ന് അനങ്ങാനോ അല്ലെങ്കിൽ ഡ്രസ് മാറാനോ പറഞ്ഞ പോലെ ആഹാരം കഴിച്ച് കിടന്നുറങ്ങാനോ ഒന്നും അവളുടെ മനസ്സ് അവളെ അനുവദിച്ചില്ല. ജഗൻ വന്ന് അവനെ കണ്ടിട്ടേ കിടക്കൂ എന്ന വാശിയോടെ അവൾ ലിവിംഗ് റൂമിൽ തന്നെ ഇരുന്നു. 10 മണി കഴിഞ്ഞ സമയം 11 അടുക്കാറായപ്പോഴാണ് ജഗൻ വന്നത്. ജാൻവി അപ്പോഴും ലിവിംഗ് റൂമിലുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിട്ടാണ് ജഗൻ വന്നത്. ജാൻവി അവന്റെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിച്ചു. ജഗൻ, എനിക്ക് സംസാരിക്കണം. നോക്ക് ജാൻവി, ഞാൻ ടയേർഡാണ്, എനിക്കൊന്ന് കിടക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് ജഗൻ ബെഡ്റൂമിലേക്ക് പോയപ്പോൾ ജാൻവി വല്ലാത്തൊരവസ്ഥയിലായി. ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറിയവനും ചിന്തിച്ചതാണ്. ജാൻവിയെ ആ പയ്യനൊപ്പം കണ്ടപ്പോൾ ഇട്ടിരുന്ന അതേ ഡ്രസ്സ് തന്നെയാണ് അവൾ ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. അതിനർത്ഥം ഫ്ളാറ്റിൽ വന്ന ശേഷം അവൾ വസ്ത്രം പോലും മാറിയിട്ടില്ലെന്നല്ലേ. എന്നിട്ടും ജഗൻ അവളോട് യാതൊരു തരത്തിലും അലിവ് തോന്നിയില്ല. അവന്റെ മനസ്സിൽ മിതു പണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി തെളിഞ്ഞു വന്നു. ജാൻവിയുടെ കാമുകനാണ് അഭിയെന്ന്. ജാൻവിയെ പരിചയപ്പെട്ട നാളുകളിലും തങ്ങളുടെ വിവാഹം നടക്കാനിടയായ സാഹചര്യത്തിലുമെല്ലാം ഈ അഭിയെക്കുറിച്ച് താൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ഒരു സമയത്തിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ജാനിയോട് മനസ്സുകൊണ്ടൊരു അടുപ്പം തോന്നിയ സമയത്ത് സൗകര്യപൂർവ്വം താൻ മറന്നു കളഞ്ഞതാണ് അഭിയെ. എന്തോ അവൾ തന്നെയല്ലാതെ മറ്റൊരാളെ സ്നേഹിച്ചിരുന്നുവെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര സ്വാർത്ഥനായിരുന്നു താൻ. അവന്റെ ചിന്തകൾ പല വഴി സഞ്ചരിച്ചു. പക്ഷെ എത്രയൊക്കെ ചിന്തിച്ചിട്ടും അവന്റെ മനസ്സ് ജാൻവിയെ കുറ്റപ്പെടുത്താൻ പാകപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കലും തന്നെ മറന്ന് മറ്റൊരു പുരുഷനൊപ്പം അവൾ പോകില്ലെന്ന് തന്നെ അവൻ ഉറച്ചു വിശ്വസിച്ചു. അതേസമയം കൺമുമ്പിൽ കണ്ട കാഴ്ചകൾ അതെല്ലാം തെറ്റാണെന്ന് പറയുന്ന തരത്തിലായിരുന്നു. എന്തിനോ വേണ്ടി ജാൻവിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. ജഗൻ ഫ്രഷായിട്ട് ഇറങ്ങാനുള്ള സമയമായി എന്ന് കണ്ടതും ജാൻവി ധൃതിയിൽ ബെഡ്റൂമിലേക്ക് കയറി ചെന്നു. ജഗൻ വസ്ത്രം മാറി ഹെയർ കോം ചെയ്തുകൊണ്ട് നിൽക്കുകയാണപ്പോൾ. ജഗൻ, എനിക്ക് സംസാരിക്കാനുണ്ട്. ജാൻവി വീണ്ടും അത് ആവർത്തിച്ചു. നോക്ക് ജാൻവി, ഞാൻ ഒരിക്കൽ പറഞ്ഞു ഞാൻ ടയേർഡാണ്, എനിക്കൊന്ന് കിടക്കണമെന്ന്. പറ്റില്ല, എനിക്ക് ജഗനോട് സംസാരിച്ചേ പറ്റൂ. ജഗൻ, സത്യമായിട്ടും എൻ്റെ ഫോൺ സൈലന്റിലായിരുന്നു. ജഗൻ വിളിച്ചൊന്നും ഞാൻ കണ്ടതേയില്ല. പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും അവൾ ഉള്ള സത്യം അതുപോലെ പറഞ്ഞു. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാൾ ഫോൺ നോക്കിയതേ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതൊന്നും. ജഗൻ ജാൻവിയുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. അവളാണെങ്കിൽ അവനെ തന്നെ ദയനീയതയോടെ നോക്കി നിൽക്കുവാണ്. ജഗൻ, പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്നും വിശ്വസിക്കൂ. ഞാൻ ഫ്ലാറ്റിൽ വന്ന ശേഷമാണ് ഫോൺ നോക്കുന്നത്. അപ്പോഴാണ് ജഗന്റെ കോൾ കണ്ടത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ജാൻവി. ഞാൻ ഒരിക്കലും തന്നെ കുറ്റപ്പെടുത്തില്ല. ജഗൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ കാര്യം മനസ്സിലാവാതെ ജാൻവി അവനെ നോക്കി. നമ്മുടെ കല്യാണം നടക്കാനിടയായ സാഹചര്യം എന്താണെന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടപ്പോഴെങ്കിലും ഞാൻ തന്നെ തന്റെ വഴിക്ക് വിടേണ്ടതായിരുന്നു. എന്തോ എന്റെ സ്വാർത്ഥത അതാണ് തന്നെ എനിക്കൊപ്പം പിടിച്ചു നിർത്തിയത്. തനിക്ക് വേണമെങ്കിൽ
താൻ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കൊപ്പം ജീവിക്കാം. ഞാനൊരിക്കലും അതിന് തടസ്സമായി വരില്ല. പെട്ടെന്ന് ജഗനത് പറഞ്ഞതും ജാൻവി അവിശ്വസനീയതയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി വിലങ്ങനെ തലയാട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കവളിലൂടൊരു ചാല് തീർത്തു. മുഖത്തുകൂടി ഒഴുകിപ്പടർന്ന കണ്ണീർ വാശിയോടെ തുടച്ചു മാറ്റി ജാനി. ജഗനിപ്പോ എന്താ പറഞ്ഞത്? എനിക്കിഷ്ടപ്പെട്ട ആൾക്കൊപ്പം ജീവിക്കാനോ? ജാൻവി ചോദ്യഭാവത്തിൽ ജഗനെ നോക്കി. അതെ ജാനി, നീ പ്രണയിച്ചിരുന്നത് ആരെയാണെന്ന് എനിക്കറിയാം. ഞാനാണ് നിങ്ങൾക്കിടയിലേക്ക് വന്നു കയറിയത്. എന്റെ സ്വാർത്ഥത കൊണ്ടാണ്. ഇതിപ്പോ നിന്റെ ഭാഗം കൂടി അറിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ പിരിയുന്നതാണ് നല്ലതെന്ന്. ജഗന്റെ വായിൽ നിന്നും ഉതിർന്നു വീണ വാക്കുകൾ കേട്ട് ജാൻവിക്കേറെ വേദന സമ്മാനിച്ചെങ്കിൽ പോലും അതിനേക്കാൾ ഏറെ അവളിൽ മുന്നിട്ട് നിന്ന വികാരം ദേഷ്യമായിരുന്നു. ജഗനിപ്പോ എന്താ പറഞ്ഞേ? ഞാൻ സ്നേഹിച്ചിരുന്ന ആളോ? ജാൻവിയുടെ കൂർത്ത നോട്ടം ജഗന് നേർക്ക് നീണ്ടു. നോക്ക് ജാൻവി, വീണ്ടും വീണ്ടും നീ എന്നെ പൊട്ടനാക്കാൻ ശ്രമിക്കരുത്. നിന്റെ ഈ മെലോഡ്രാമ നിർത്ത്. ജഗൻ ദേഷ്യത്തോടെ ആക്രോശിച്ചപ്പോൾ ജാൻവിയും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ കടുപ്പമേറിയ മുഖത്തോടെ അവന്റെ മുമ്പിൽ നിന്നു. ആദ്യം എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. പിന്നെ നിങ്ങളിപ്പോ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ജഗൻ അബിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നെങ്കിൽ അബി എനിക്കൊരു സഹോദരനെ പോലെയാണ്. മാത്രമല്ല, മറ്റൊരാളെ വിവാഹം കഴിച്ച് മറ്റൊരുവന്റെ താലി കഴുത്തിലണിഞ്ഞ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ മാത്രം അത്ര തരംതാണ ചിന്താഗതിയുള്ളവനല്ല അബി. പിന്നെ ഇതൊക്കെ ജഗൻ സൗകര്യമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. കരഞ്ഞ് കാലുപിടിച്ച് നിങ്ങളെ ഇതൊന്നും വിശ്വസിപ്പിക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. പിന്നെ ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായി. ജഗൻ ഇപ്പോഴും എന്നെ തീരെ വിശ്വാസവുമില്ല. ആരോ എപ്പോഴോ പറഞ്ഞു കേട്ട വാക്കുകളുടെ പുറത്ത് സംശയ കണ്ണുകളിലൂടെയാണ് ജഗൻ ഇപ്പോഴും എന്നെ നോക്കിക്കാണുന്നത്. ഇനി അതല്ല, ജഗൻ എന്തെങ്കിലും സംശയമുണ്ടായിരുന്നെങ്കിൽ അതെന്നോട് നേരിട്ട് ചോദിക്കണമായിരുന്നു. ഇവിടെ ഡ്രാമ കളിച്ചത് ഞാനല്ല, ജഗനാണ്. ജാൻവി പറഞ്ഞറിഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ജഗന്റെ ഉള്ളിൽ കൂടിക്കഴിഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലെത്തി നിൽക്കുവാണവൻ. സ്റ്റോപ്പ് ഇറ്റ് ജാൻവി, ജഗൻ അലറി. ഇതൊന്നും ഞാൻ തന്നെത്താൻ അസ്യൂം ചെയ്തെടുത്ത കാര്യങ്ങളല്ല. അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് മീതു തന്നെയാണ് എന്നോട് പറഞ്ഞത് അബി നിന്റെ കാമുകനാണെന്ന്. അന്ന് നീ അത് നിഷേധിച്ചതുമില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ അറിഞ്ഞതുപോലും. ജഗനോട് ഇനി കാര്യത്തിൽ കൂടുതൽ സംസാരിക്കാനോ തർക്കിക്കാനോ ഞാനില്ല. നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ ഞാൻ എന്റെ സാധനങ്ങളും എടുത്ത് ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം. ജാൻവി തീർക്കും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ബാൽക്കണിയിലേക്ക് നടന്നതും അവളുടെ ആ പോക്ക് നോക്കി നിന്ന ജഗന്റെ അതിരങ്ങളിൽ അവൻ പോലും അറിയാതെ ഒരു ചിരി വിടർന്നു. ആ ചിരിക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ടായിരുന്നു. സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും, എന്തിനേറെ പറയുന്നു, കൈ വഴുതി പോയെന്ന് അവൻ കരുതിയ ജീവിതം തിരിച്ചു പിടിച്ചതിന്റെയും ഒക്കെ പകിട്ടുണ്ടായിരുന്നു ആ ചിരിക്ക്. അതീവ ദേഷ്യത്തിൽ ബാൽക്കണിയിലേക്ക് നടന്ന ജാൻവിക്ക് പിന്നാലെ ജഗനും നടന്ന അവിടേക്ക്. അവളുടെ മൂക്കിൻ തുമ്പും ഉടലുമെല്ലാം വെട്ടിവിറച്ചു. ജഗൻ അവൾ കരികിലേക്ക് ചെന്ന് നിന്നു. തൊട്ടരികിൽ അവന്റെ സാമീപ്യം മനസ്സിലാക്കിയിട്ടും അറിയാതെ പോലും അവനെ മുഖമുയർത്തി നോക്കിയില്ല ജാൻവി. തുടരും.